ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബോഗൺവില്ലയുടെ അടുത്താണ് കേട്ടോ. രാവിലെ തന്നെ ഈ ഒരു ചെടികളൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബോഗൺവില്ലയുടെ സീസൺ ആണല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കടല വേവിക്കാനായിട്ടാണ് കേട്ടോ. ഈ ചോറുണ്ടല്ലോ, നമ്മളിങ്ങനെ നോക്കി നിന്നതിനെ തിളക്കില്ല കേട്ടോ. ഞാൻ അതാണ് 2-3 വട്ടം ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ചങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തിളച്ച് ഞാനൊന്ന് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലയും വെന്തിട്ടുണ്ട് കേട്ടോ. കടലയും വെന്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങയാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. 2 കുഞ്ഞു വഴുതനങ്ങയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ റീനി ചേച്ചി ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. നാടൻ വിഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് വെക്കും. അപ്പോൾ ചേച്ചിയുടെ ചാനൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചില കറികൾ അങ്ങനെ വെക്കാൻ തോന്നാറുണ്ട്. വഴുതനങ്ങയൊന്നും ഞാൻ വാങ്ങിക്കാത്തതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റീനി ചേച്ചി പറഞ്ഞ പോലെ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ വട്ടമാണ്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട്. കടലയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ കറിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വഴുതനങ്ങ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കും. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കും. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വാളംപുളിയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ ഒന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കും. ശർക്കരപ്പാനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലൊരുപാട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലൊരു ചെറിയൊരു പുളിയും നല്ലൊരു മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിങ്ങനെ കഴിക്കാം കേട്ടോ. എനിക്കൊക്കെ വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ വീട്ടിലെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ, കലക്കി ചുട്ട അപ്പമാണ്. ഒരു മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കാറ്. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ മിക്സി എടുക്കാൻ ഭയങ്കര മടിയായിട്ടോ. മിക്സിയൊക്കെ കഴുകണ്ടേന്ന് ഓർത്തപ്പോൾ മടിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് ആക്കിയെടുത്തത്. പിന്നെ അതുമാത്രമല്ല, കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി കട്ട പിടിച്ചിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. കൂട്ടത്തിൽ മുട്ടയും കൂടി വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് കോർണട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പേർക്ക് 4 ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ചെടികളുടെ അടുത്തേക്ക് പോയി ചെടികളൊക്കെ ഒന്ന് നോക്കി. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് ഉമ്മച്ചി തന്നതാണ് കേട്ടോ. പക്ഷെ ഉമ്മച്ചി എടുത്തിരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എൻ്റെ അടുത്ത് എല്ലാ ചെടികളും കൂടി തിങ്ങിയിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഭംഗി അങ്ങോട്ട് എടുത്ത് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് കൊഴിഞ്ഞ് അടുത്ത പൂക്കൾ ഇട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ജോലികൾ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ചെയ്യാനുള്ളത് ആഹിലിൻ്റെ കുറച്ച് വൈറ്റ് ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ വാഷ് ചെയ്ത് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മേളിലേക്ക് പോവാം കേട്ടോ. കൂട്ടിനായിട്ട് ആഹിലിനെ വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അന്ന് വീടിൻ്റെ മുന്നിൽ ടാറൊരുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മെറ്റലൊക്കെ പൊടിച്ചതിൻ്റെ പൊടി അടിച്ച് കയറിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മേളിൽ ട്യൂഷൻ എടുക്കാനേ തോന്നണുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഇന്നലെ വരെ ഞാൻ താഴത്ത് വെച്ച് തന്നെയാണ് ട്യൂഷൻ എടുത്തിരുന്നത്. ചെടികൾ നനക്കാനായിട്ട് ദിവസം കയറുമായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച പ്ലാന്റാണ് കേട്ടോ. ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ മേളിൽ കയറിയേക്കുന്നത്. നമ്മളുടെ ബോഗൺവില്ലാസൊക്കെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാടനായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഏറ്റവും മേളിൽ ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ താഴെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. നമ്മളുടെ പീനട്ട് ബട്ടർ ആണ് കേട്ടോ. എല്ലാത്തിലും ഫ്ലവേഴ്സ് മുട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിറച്ചുണ്ടായിട്ടുണ്ട്. കാരണം ഈ അടുത്താണ് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. തക്കാളിത്തേക്ക് നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെടി എനിക്ക് സജന തന്നതാണ് കേട്ടോ. നമ്മളുടെ ഹനാൻ്റെ ഉമ്മച്ചിയാണ്. എൻ്റെ ഒരു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സജന തന്നാണ്. അത് നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. താഴെ നിന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മേളിൽ കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെടികൾ
നന്നായിട്ട് വരുന്നുണ്ട്. ഇതാ വഴുതനങ്ങ തൈയൊക്കെ നിൽക്കുന്നത് കണ്ടോ. താഴെ നിന്നപ്പോൾ എന്താ പറയുക, ഇപ്പം ചാവണോ പിന്നെ ചാവണോ എന്ന് പറഞ്ഞ് നിന്നിരുന്ന വെച്ച തൈകളാണ്. അപ്പം എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് മേളിൽ. ചില ചെടികൾ ഈ പറഞ്ഞ മാതിരി മേളിൽ നിൽക്കുമ്പോഴാണ്ടോ നല്ല ഭംഗിക്ക് വരിക. അപ്പോൾ ഇതാ ആഹിലിനെയും കൂട്ടി വിളിച്ചിട്ടുണ്ട്. ആഹിൽ കുട്ടികളിരിക്കുന്ന ടേബിളും ചെയേഴ്സൊക്കെ ഒന്ന് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകുകയാണ് കേട്ടോ. നമ്മൾ തുടച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല, വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ അവനൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൾക്ക് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ അവന് കളിക്കാൻ പോകണം മെയിനായിട്ട്. അപ്പോൾ കളിക്കാൻ പോകുന്നതിന് മുന്നേ അരമണിക്കൂർ കൊണ്ട് വേഗം തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കയറി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നാൾ നമ്മൾ താഴെ വെച്ചിട്ടാണല്ലോ ട്യൂഷൻ എടുത്തിരുന്നത് വെച്ചത്. അപ്പോൾ താഴെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതുങ്ങളുണ്ടല്ലോ, UKG പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആലിമ് അവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവനും വലിയ ഏജൊന്നും ഇല്ലല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധക്കുറവ്. അത് മാത്രമല്ല ആലിമ അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിൽ കിടന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ട്യൂഷനൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അത് കാരണം മേളിലാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇരിക്കാനായിട്ട്. അത് മാത്രമല്ല നല്ല കാറ്റാണ് ഇവിടെ. എന്താ പറയുക, ചെടികൾ ചുറ്റിനും ചെടികളാണ്. നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് പഠിക്കാനാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും. അപ്പോൾ കുട്ടികൾക്കും മേളിലിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. താഴെ ആകുമ്പോൾ നമ്മളെല്ലാം കൂടി തിങ്ങിക്കൂടി ആകെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാം, എന്തായാലും ക്ലീൻ ചെയ്യണമല്ലോ, എത്ര നാൾ നമുക്കിങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആഹിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഫാസ്റ്റ് അതൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ആ കുട്ടികൾ ഇരിക്കുന്ന പോർഷനിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ, നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല നമ്മളുടെ അപ്പുറമൊക്കെ വീടുകളുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് വരരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുക്കുന്നത്. അപ്പോൾ ആഹിൽ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ടേബിളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ആ ചെയേഴ്സും കൂടി ഒന്ന് കഴുകാം കേട്ടോ. അപ്പോൾ ചെയേഴ്സൊക്കെ എന്താ പറയുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ചെയ്യുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആ ഫ്രണ്ടിലിരിക്കുന്ന ആ ചെറിയൊരു ടേബിൾ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവശതയായി. അപ്പം ഞാൻ ഓർത്ത് അതിനിപ്പോൾ വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ അടിച്ച് വാരി ഇതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി ഒന്ന് പുറത്തു കൊണ്ടുപോയി കളയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ദാ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലയാണ് വെച്ചത്. അധികം കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ അധികം കറിയൊന്നും വെച്ചാലൊന്നും ആരും കഴിക്കൂല. ചാറ് വെറുതെ എനിക്ക് സങ്കടം അങ്ങനെ എടുത്ത് കളയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി, പക്ഷേ ഇങ്ങനെ കളയണതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതാ നമ്മളുടെ വഴുതനങ്ങ കറി, അതും വളരെ കുറച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്താ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചിപ്പത്തിരിയും പപ്സും ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ട്യൂഷൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ വന്നു, അങ്ങനെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേനും ഒരു 3-4 പേര് ഇതിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ട്യൂഷന് കഴിഞ്ഞ് ആഹിലിൻ്റെ ഫ്രണ്ട് അവരൊക്കെ പോയിട്ടുണ്ട്. അവർ ഒരു 6-10 ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എഴുതി തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മാത്രമേ ഇരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ ഇവിടെ ഇരുന്ന് ട്യൂഷൻ എടുക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ, ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ ഞാൻ ഒരു അഡീഷണൽ ഒരു കുഞ്ഞു ടേബിളും കൂടി താഴെ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടുവന്ന് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറുതുങ്ങളെ രണ്ടുപേരും പിടിച്ചിരുത്താലോ എന്ന് ഓർത്ത് കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അപ്പോൾ എനിക്കൊരു നോട്ടവും കിട്ടുമല്ലോ നേരെ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ആഹിൽ കളിക്കാൻ പോയി വന്നതിന് ശേഷം എന്താ ആഹിലുള്ള അടുത്ത പണി പഴം പുഴുങ്ങി നെയ്യൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആഹിലിന് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ആഹിലിൻ്റെ മെയിൻ ഫുഡ്. ഒട്ടും ഇഷ്ടമല്ലാണ്ടാണ് കഴിക്കുന്നത്. മുഖം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ, ഒട്ടും ഇഷ്ടമല്ല അവന് കഴിക്കാനായിട്ട്. പക്ഷേ നിവൃത്തിയില്ലാണ്ട് കഴിക്കാണ്ട, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹസ്ബൻഡാണ്. അപ്പോൾ കഴിച്ചേ പറ്റൂ എന്നുള്ളത് ആൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിക്കാം കേട്ടോ. ആലിമ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. ആലിമ വെറുതെ കമ്പനിക്ക് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ, രാത്രി കഴിക്കാനുള്ളതാണ്. ഇത് മൈദപ്പൊടിയുടെ അപ്പം തന്നെയാണ് കേട്ടോ. ഞാൻ ഒന്ന് അതേപോലെ തന്നെ 4 അപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. 4 അപ്പം എടുത്തിട്ടുള്ളൂ. ഓരോന്ന് വെച്ചിട്ട് കടലക്കറി ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേനും അങ്ങനെ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല ഞാനിന്ന് പാലൂത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഫാലുദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് പുഴുങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈന്തപ്പഴവും നട്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഏലക്കായൊക്കെ ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ അടിച്ചെടുത്താണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ വേറെ ഫുഡൊന്നും വേണ്ടാലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.